അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിലെ സന്തോഷമുള്ള ഒരു മാസം വന്നത് നമ്മുടെ മുത്തുനബി, നമ്മുടെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മാസമാണ്. ഈ ഒരു മാസത്തിൽ നമ്മളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നബിയുടെ മേലെ സലാത്ത് ചൊല്ലാനും അതുപോലെ നബിയുടെ മേലെ മൗലിദൊക്കെ ചൊല്ലാൻ നമുക്ക് ഒരുപാട് പുണ്യങ്ങൾ കിട്ടും. നിങ്ങൾ മൗലിദ് ചൊല്ലുന്നതിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ, മൗലിദ് ചൊല്ലുന്നവരിൽ പെട്ടവരാണെങ്കിൽ നിങ്ങൾ വീടുകളിൽ വെച്ചിട്ട് മൗലിദ് പാരായണം ചെയ്തോളി. നിങ്ങൾക്ക് മൗലിദിൻ്റെ ഒരുപാട് പാട്ടുകൾ, മങ്കൂസ് മൗലിദുണ്ട്, ഇങ്ങനെ വിവിധ മൗലിദുകളുണ്ട്. അത് നമ്മൾ കുറച്ച് ചൊല്ലിയാലും മതിയാവും. നമുക്ക് ആവുന്നത് പോലെ നമ്മൾ ചൊല്ലി തീർത്താലും മതി. മങ്കൂസ് മൗലിദും ഇതുപോലെയുള്ള മൗലിദുകൾ നമ്മുടെ നബിയുടെ ഹളറത്തിലേക്ക് നമ്മൾ സ്വലാത്ത് അധികരിപ്പിച്ചാലൊക്കെ ഈ ഒരു മാസം നമുക്ക് ഒരുപാട് പുണ്യം കിട്ടും, ഫലം ഇരട്ടിയാവും. മൗലിദ് നമ്മുടെ വീടുകളിൽ വെച്ച് നമ്മൾ പാരായണം ചെയ്താൽ അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീടുകളിലും നമുക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആ ഒരു നേട്ടത്തിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് നമ്മുടെ വീടുകളെ ഇതുപോലെയുള്ള കുക്കർ പൊട്ടിത്തെറി, അതുപോലെ തീ പിടിക്കൽ, ഇങ്ങനെയുള്ള അപകടങ്ങളെ തൊട്ട് നമ്മളെയും നമ്മളെ കുടുംബത്തെയും വീടിനെയും പടച്ചിറബ് കാക്കും. മുങ്ങി മരണം പോലെയുള്ള മരണങ്ങളെ തൊട്ട് നമ്മയും നമ്മുടെ മക്കളെയും പടച്ചിറബ് കാക്കും. അസുഖങ്ങളെ തൊട്ട് കാക്കും, മരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കും. നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും, ദാരിദ്ര്യങ്ങൾ മാറ്റിത്തരും, നമ്മുടെ കച്ചവടത്തിലൊക്കെ ബർക്കത്ത് തരും, സാമ്പത്തിക ബുദ്ധിമുട്ട് അള്ളാഹു മാറ്റിത്തരും, നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്വലാത്ത് ചൊല്ലുക വഴി അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കലാണ്. അള്ളാഹുവിനോട് സ്വലാത്തിൽ യോജിക്കൽ. സ്വലാത്ത് ചൊല്ലുന്നവന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കും, 10 പദവി ഉയർത്തപ്പെടും, 10 ഗുണങ്ങൾ രേഖപ്പെടുത്തുന്നു, 10 പാവങ്ങൾ റുത്ത് കിട്ടും, അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കും, പാവങ്ങൾ പൊറുക്കപ്പെടുകയും ന്യൂനതകൾ മറച്ചു വെക്കുകയും ചെയ്യുന്നു, അവൻ്റെ ദുഃഖങ്ങൾ അകറ്റപ്പെടും, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അടുക്കുന്നു. സ്വലാത്ത് ധർമ്മത്തിൻ്റെയും ദാനത്തിൻ്റെയും സ്ഥാനത്ത് നിൽക്കുന്നു, അവൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് സ്വലാത്ത് കാരണമാകുന്നു, അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും അനുഗ്രഹം ലഭിക്കുന്നു, അവൻ്റെ ആത്മാവ് സംസ്കരിക്കപ്പെടുന്നു, ഹൃദയം ശുദ്ധമാക്കുന്നു, അവൻ മരണപ്പെടുന്നതിൻ്റെ മുൻപ് തന്നെ സ്വർഗം കണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെടാൻ കാരണമാകുന്നു, അന്ത്യദിനത്തിലെ കൊടും ഭീകരതകളിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകുന്നു, ചൊല്ലിയവൻ്റെ മേൽ തന്നെ അതിൻ്റെ പ്രതിഫലം വർദ്ധിച്ച് തിരിച്ചെത്തുന്നു. മറന്ന കാര്യങ്ങൾ ഓർക്കാൻ സ്വലാത്ത് ചൊല്ലുക, സദസ്സിൻ്റെ നന്മക്ക് ആ സദസ്സിൽ സ്വലാത്ത് ചൊല്ലുക, ദാരിദ്ര്യം ഇല്ലാതാക്കാൻ സ്വലാത്ത് ചൊല്ലുക, സിറാത്ത് പാലം എളുപ്പത്തിൽ കടക്കാൻ സ്വലാത്ത് ചൊല്ലുക, പുരുഷ സ്വഭാവം ഇല്ലായ്മ ചെയ്യാനും സ്വലാത്ത് ചൊല്ലുക, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ സ്വലാത്ത് ചൊല്ലുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം ലഭിക്കാൻ, ശുപാർശയിൽ ഉൾപ്പെടാൻ സ്വലാത്ത് ധാരാളം അധികരിപ്പിക്കുക. മൗലിദുകളെ ചൊല്ലിയാൽ നമുക്ക് ഇത്രയും പ്രതിഫലം നമുക്ക് പടച്ച റബ്ബ് തരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചൊല്ലിക്കൂടാ? നമുക്ക് ഇഹത്തിലും വിജയിക്കാം, പരത്തിലും വിജയിക്കാം, നാളെ ആഖിറത്തിൽ നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഒരു വഴി, ഈ ലോകത്ത് നമുക്ക് ആവശ്യങ്ങൾ നിറവേറാനും നമ്മുടെ എല്ലാ വിപത്തുകളെ തൊട്ട് കാക്കാൻ വേണ്ടിയുള്ള ഒരു വഴി. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ നിന്ന് മാക്സിമം ഈ ഒരു മാസം നബിയുടെ ഹളറത്തിലേക്ക് നിയത്ത് വെച്ചിട്ട് മൗലിദ് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും പദവികൾ നമുക്ക് കിട്ടുകയെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചൊല്ലിക്കൂടാ എന്ന് ഓരോരുത്തരും ചിന്തിച്ചിട്ട് ഇന്ന് മുതൽ ചൊല്ലാൻ തുടങ്ങിക്കോളി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും. എല്ലാ ബുദ്ധിമുട്ടുകളും പടച്ച റബ്ബ് മാറ്റിത്തരും. നമുക്ക് എല്ലാവർക്കും പരസ്പരം ദുആ ചെയ്യാം. നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തുക, എൻ്റെ ദുആയിൽ നിങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. ഇതുപോലെയുള്ള ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക.